ഇതെന്താ മിണ്ടാതെ വന്ന് നിൽക്കുന്നേ? പേടിച്ചു പോയല്ലോ. ഞാനെന്താ യക്ഷിയോ പ്രേതോ മറ്റോ ആണോടി നിനക്ക് പേടി വരാൻ? യക്ഷിയോ പ്രേതോ മറ്റോ ആയിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോഴേ അറിയായിരുന്നു. അയ്യോ, ഒരു വളിച്ച തമാശ. ഇത് കേട്ടാ ഞാൻ ചിരിക്കുന്നാണോ നീ വിചാരിച്ചേ? ചിരിക്കണമെങ്കിൽ ഹ്യൂമർ സെൻസ് വേണ്ടേ? അതൊക്കെ അമ്മയ്ക്ക് പണ്ടേ നഷ്ടപ്പെട്ടു പോയി. പോയെങ്കിൽ ഞാൻ സഹിച്ചു. നീ നിന്റെ പണി നോക്കടി. തീർന്നോടി ജോലി? ആ, തീർന്നു. അടുക്കള തുടച്ചോ? നല്ല വൃത്തിയായിട്ട് തൂത്തിട്ടുണ്ടല്ലോ. ഹാ, അതുപോരാ, തുടച്ചിട്ടിട്ട് പോയാ മതി. അമ്മ ഒരു അഴുക്കും ഇല്ല, എല്ലാടും നല്ല വൃത്തിയാ. അമ്മ നോക്ക്. നീ എങ്ങോട്ടാടി ഓടുന്നേ? നിനക്ക് എന്താ ഇത്ര ധൃതി? മര്യാദയ്ക്ക് തുടച്ചിട്ടിട്ട് പോടി. എനിക്കിനി കുളിക്കണ്ടേ? മണി 10 കഴിഞ്ഞു. അമ്മ എന്തിനാ എന്നെ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ജോലി ചെയ്യിക്കണേ? നീ ചെയ്യുന്നത് കാണാൻ നല്ല രസവാ. എന്നാ കണ്ട് രസിക്ക്. ചുമ്മാ അവിടെ ഇവിടെ ഓടിച്ചിട്ട് തുടച്ചാ പോരാ, നല്ല വൃത്തിയായിട്ട് അമർത്തി തുടയ്ക്കണം. ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ ചെയ്യണ പണിയല്ലേ ഇത്, എനിക്കറിയാം. ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റം ചെയ്യണമെങ്കിൽ അമ്മ വന്ന് കാണിച്ചതാ. നിനക്ക് ഈയിടെയായിട്ടേ കുറച്ച് തൻ്റെ ഇടം കൂടുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല എന്നൊന്നും നീ കരുതണ്ട. നിന്റെ കൂട്ടുകാരി വളം വെച്ച് തരുന്നതാണെന്നും എനിക്കറിയാം. അവളൊക്കെ എത്ര നാളുണ്ടടി? +2 പരീക്ഷ കഴിയുന്നത് വരെ. അത് കഴിഞ്ഞ് അവരെല്ലാം രാജ്യം വിട്ടു പോവോ? പിന്നെ ഞാൻ അവളെ ഈ ഗേറ്റിന് ഇപ്പുറത്തോട്ട് കടത്തില്ല. അഹങ്കാരത്തിന്റെ വിത്ത്. ഗേറ്റിന് അപ്പുറത്തോട്ട് എനിക്ക് പോവാലോ. നിന്നെ ഞാൻ വിടാം. ഒരിക്കൽ പോയാ ആ വഴിക്ക് പൊക്കോണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറാന്ന് വിചാരിക്കരുത്. എന്നാലും വേണ്ടില്ല, ഇവിടുന്ന് രക്ഷപ്പെടാലോ. അവളുടെ മയിൽപ്പീലി
എവിടെയാ വച്ച്? അപ്പൂ, ഞാൻ എവിടെയുണ്ട് ചേച്ചിക്കുട്ടി? മോനെ സ്കൂളിൽ പോണ്ടേടാ. നേരെ എത്രയെന്ന വിചാരം? പ്രതീക്ഷിച്ചില്ല അല്ലേ? അതും ഇത്രയും രാവിലെ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. നീ പിന്നെ എന്താടി വിചാരിച്ചേ? ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ലെന്നോ? അങ്ങനെ വിചാരിച്ചില്ല. എന്നാലും അന്നത്തെ നാണക്കേട് മാറാൻ 2 ആഴ്ചയെങ്കിലും എടുക്കുന്നാ വിചാരിച്ച. എടി എന്റെ മോടെ വീടായത്. എനിക്കിവിടെ എവിടെയാ നാണക്കേട്? എനിക്ക് തോന്നുമ്പോ ഞാൻ വരും, തോന്നുമ്പോ പോ. എനിക്കൊരു വിരോധവും ഇല്ല. അല്ല, ഇത്തിരി വിരോധം നിനക്കൊണ്ടെന്നിരിക്കട്ടെ, എനിക്ക് വെറും പുല്ല. നീ ആരാടി ഇവിടെ? തെണ്ടിപ്പെറുക്കി വന്നോള്. ഞാനോ ഇവിടത്തെ വീട്ടമ്മയെ പ്രസവിച്ചവളാ ഞാൻ. പെറ്റമ്മ. പെറ്റമ്മയെ പറ്റി നിനക്ക് എന്തോന്നറിയാം? നിന്റെ തല കണ്ടപ്പോഴേ അതിന്റെ ജീവൻ എടുത്തോണ്ട് പോയില്ലേ?